السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على حبيب رب العالمين وعلى آله وأصحابه أجمعين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الذين يتبعون الرسول النبي الأمي الذي يجدونه مكتوبا عندهم في التوراة والإنجيل يأمرهم بالمعروف وينهاهم عن المنكر ويحل لهم الطيبات ويحرم عليهم الخبائث ويضع عنهم إصرهم والأغلال التي كانت عليهم. فالذين آمنوا به وعزروه ونصروه واتبعوا النور الذي أنزل معه أولئك هم المفلحون. صدق الله العظيم. صدق وبلغ رسوله النبي الكريم، ونحن على ما قال ربنا من الشاهدين الشاكرين، والحمد لله رب العالمين. قال رسول الله صلى الله عليه وسلم: لا يؤمن أحدكم حتى أكون أحب إليه من والده وولده والناس أجمعين، أو كما قال. رئيس هذه الحفلة المباركة، الرؤساء هذه الحفلة المباركة، والحضور المحبوبون، فإن هذه لحظات نيرة تتصل إلى روح الحبيب محمد صلى الله عليه وسلم، لأننا في مدحه وفي ذكر محاسنه، والله سبحانه وتعالى يتقبل منا هذا المجلس ببركة الأنبياء والمرسلين والأولياء والصالحين. وهناك كثير من الزعماء والعلماء والأمراء من البلاد البعيدة ومن هذا البلد يقدمون أمامكم مدح الرسول صلى الله عليه وسلم، وذلك ما كنا نبغي في هذه اللحظات الميمونة. ബഹുമാന്യരായ സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, മർക്കസ് സഖാഫത്തി സുന്നിയയുടെ കീഴിൽ എല്ലാ വർഷവും വളരെ ആവേശത്തോടുകൂടി കേരള മുസ്ലിം ജമാഅത്തിൻ്റെ, സമസ്ത കേരള സുന്നി യുവജന സംഘത്തിൻ്റെ, കേരള സ്റ്റേറ്റ് സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ്റെ, ജമിയത്തുൽ മുഅല്ലിമീൻ്റെ, SMA-യുടെ പ്രവർത്തകന്മാർ, നേതാക്കൾ ഇതുപോലെ കോഴിക്കോട് നഗരത്തിൽ സമ്മേളിച്ചുകൊണ്ട് ആഘോഷിക്കുവാൻ ഏറ്റവും ഉചിതമായ, എല്ലാ അർത്ഥത്തിലും എടുത്തു പറയാവുന്ന വലിയ അനുഗ്രഹങ്ങൾ അനുസ്മരിച്ചുകൊണ്ട് എല്ലാവരുടെയും നേതാവായ ഹബീബ് സയ്യിദുന മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ
മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കാൻ, മുത്തുനബിയോടുള്ള മഹബത്ത് വർദ്ധിപ്പിക്കുന്നതിന് ഉപകരിക്കുന്ന വിഷയങ്ങൾ പ്രതിപാദിക്കാൻ, ആ നേതാവിനെ തെറ്റിദ്ധരിച്ചവരുടെ തെറ്റിദ്ധാരണകൾ തിരുത്തിക്കൊടുക്കാൻ, ജീവിതത്തിന് ഒരു പുതിയ ക്രമം രൂപപ്പെടുത്തി നമ്മുടെ യുവാക്കളെ സത്യത്തിൻ്റെ പാതയിൽ ഉറപ്പിച്ചു നിർത്താൻ, ഈമാൻ്റെ ശോഷണം അനുഭവപ്പെടുന്ന ആളുകൾക്ക് ആ ഈമാൻ വർദ്ധിപ്പിച്ചുകൊണ്ട് ഏറ്റവും പ്രിയപ്പെട്ട ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് അടുപ്പിച്ചു കൊണ്ടുവരാൻ സ്വലാത്തുകളിലൂടെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള ട്രൂപ്പുകൾ അണിനിരന്നുകൊണ്ട് മദ്ഹ് കാവ്യങ്ങൾ ആലപിക്കുമ്പോൾ അതിൽ ലയിച്ചു ചേർന്ന് എല്ലാ ലഹരികളിൽ നിന്നും ഇതുപോലെയുള്ള സർഗശേഷിയിൽ ഒളിഞ്ഞുകിടക്കുന്ന ഗാനാലാപങ്ങൾ അത് മുത്തുനബിയുടെ മദ്ഹിലൂടെ ആയിത്തീരുമ്പോൾ ഉണ്ടാകുന്ന ആനന്ദത്തിൻ്റെയും അത്യാനന്ദത്തിൻ്റെയും തീരങ്ങളിലേക്ക് നമ്മുടെ യുവ സമൂഹത്തെ ഉയർത്തിക്കൊണ്ടുവരാൻ, അങ്ങനെ ധാരാളം ലക്ഷ്യങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ മീലാദ് സമ്മേളനം ഇവിടെ നടക്കുന്നത്. സമ്മേളനത്തിന് വേണ്ടിയുള്ള സമ്മേളനമല്ല, മറിച്ച് വളരെ വ്യക്തമായ ചില ലക്ഷ്യങ്ങൾ അത് നേടിയെടുക്കുന്നതിന് വേണ്ടി മുസ്ലിം ഉമ്മത്തിൻ്റെ മുഖ്യധാരയിൽ നിന്ന് സമുദായത്തിലെ ഒരു കുട്ടി പോലും അകന്നു പോകാതിരിക്കാൻ അവരെ നിരന്തരം ബോധവൽക്കരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ പ്രോഗ്രാം ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. കേരളക്കരയിൽ മാത്രമല്ല, ഇന്ത്യയുടെ എല്ലാ സംസ്ഥാനങ്ങളിലും ദീനിയായ ചൈതന്യങ്ങൾ കാത്തുസൂക്ഷിക്കുന്നതിന് ആത്മീയമായ വിദ്യാഭ്യാസവും ആധുനിക വിദ്യാഭ്യാസവും സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ഒരു നല്ല ക്രമീകരണം ഇവിടെ രൂപപ്പെടുത്തുകയും അത് പ്രചരിപ്പിക്കുകയും അതിനുവേണ്ടി ഇന്ത്യയുടെ എല്ലാ സ്റ്റേറ്റുകളിലും സ്ഥാപനങ്ങളും സംരംഭങ്ങളും ആരംഭിച്ച് അത് വളരെ മാതൃകാപരമായി നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ബഹുമാനപ്പെട്ട ഉസ്താദ് സുൽത്താനുൽ ഉലമ ഉസ്താദ് അവരുടെ നേതൃത്വത്തിൽ ഈ മീലാദ് കോൺഫറൻസ് ഇവിടെ നടക്കുമ്പോൾ അതിൻ്റെ ലക്ഷ്യം വളരെ വലുതാണ്. ആ ലക്ഷ്യത്തെ സംബന്ധിച്ച് ബോധമുള്ള ആളുകളെ കൂടുതൽ സജീവമാക്കുക എന്നതാണ് ഈ പ്രോഗ്രാം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒന്നാമതായി, നമ്മുടെ രാജ്യത്ത് വലിയ പുരോഗതിയാണ് അടുത്ത കാലഘട്ടങ്ങളിൽ ഉണ്ടായിട്ടുള്ളത്. ലോകത്തിന് തന്നെ മാതൃകയാക്കാൻ പറ്റുന്ന ഒരു നല്ല നാടായി ഈ കേരളം വളർന്നുകൊണ്ടിരിക്കുകയാണ്. വിദ്യാഭ്യാസ രംഗത്ത് കേരളം നേടിയിട്ടുള്ള മുന്നേറ്റങ്ങൾ നമുക്കെവിടെയും നോക്കിയാൽ കാണാം. സർവകലാശാലകൾ, ടെക്നോളജിയുടെ മേഖല, സയൻസിൻ്റെ മേഖലയിലുള്ള പ്രവർത്തനങ്ങൾ, അതോരോന്നും വിലയിരുത്തുമ്പോൾ ലോകത്ത് മറ്റുള്ള ആളുകൾക്ക് മാതൃകയാക്കാൻ പറ്റിയ ഒരു ഹബ്ബായി ഈ കൊച്ചു നാട് ഖൈറുള്ള എന്ന് അറബികൾ വളരെ മുൻപ് തന്നെ പറഞ്ഞിട്ടുള്ള ഈ കേരളം സമുദായങ്ങളുടെ സൗഹാർദ്ദത്തിന്, ഒത്തൊരുമയോടുകൂടിയുള്ള മുന്നേറ്റത്തിന്, മറ്റെല്ലാ നാടുകൾക്കും മാതൃകയാക്കാവുന്ന ഒരു പ്രദേശമായി വളർന്നുകൊണ്ടിരിക്കുന്നു എന്നതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ അടുത്ത കാലത്തായി നാം കണ്ടുകൊണ്ടിരിക്കുന്നത്, കേട്ടുകൊണ്ടിരിക്കുന്നത് സമൂഹത്തിൻ്റെ എല്ലാ പുരോഗതിയെയും വളരെയേറെ സാരമായി ബാധിക്കുന്ന തെറ്റായ പ്രവണതകൾ ഇവിടെ വർദ്ധിച്ചു വരികയാണ്.
അതിലൊന്നാം സ്ഥാനത്തുള്ളത് ലഹരിയാണ്. ലഹരിക്ക് അടിപ്പെടുന്ന യുവാക്കളുടെ എണ്ണം മീഡിയകൾ നാം വായിക്കുമ്പോൾ ധാരാളം കുട്ടികൾ, കോളേജുകളിൽ പഠിക്കുന്ന കുട്ടികൾ ആത്മഹത്യയിലേക്ക് എത്തുന്നതിൻ്റെ പിന്നിൽ ഉള്ള ഏറ്റവും വലിയ കള്ളൻ ആരാണെന്ന് ചോദിച്ചാൽ അത് ലഹരിയാണ്. വിവാഹമോചന കേസുകൾ വർദ്ധിക്കുന്നതിൻ്റെ പിന്നിലും ലഹരി തന്നെയാണ് അവിടെ മുഖ്യപ്രതിയായി ഉള്ളത്. മാതാപിതാക്കളെ വധിക്കാൻ മടിയില്ലാത്ത യുവാക്കൾ, അതുപോലെ സ്വന്തം പിതാവിനെ തല്ലിക്കൊല്ലാൻ, ഗുരുനാഥനെ വഷളാക്കുവാൻ, അങ്ങനെ നേരത്തെ ഈ നാട് നേടിയെടുത്തിരുന്ന സാംസ്കാരികമായ പൈതൃകങ്ങൾ ഓരോന്നോരോന്നായി വെട്ടിമുറിക്കുന്ന രൂപത്തിലേക്ക് ഈ കൊച്ചുനാട് വീണ്ടും അധപ്പതിക്കുന്നു എന്ന് കേൾക്കുമ്പോൾ അതിലേറ്റവും ദുഃഖിക്കുന്നത് ഈ രാജ്യത്തെ ഭരണാധികാരികൾ, ഇവിടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർ, ഈ രാജ്യത്തെ എല്ലാ ജനങ്ങളും ഈ വിഷയത്തിൽ ദുഃഖിതരാണ്. ദുഃഖിക്കുന്നത് കൊണ്ട് മാത്രം കാര്യമായില്ല. എന്താണ് അതിനുള്ളൊരു പരിഹാരം എന്ന ഒരു ചിന്ത ഭരണകൂടങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. പണ്ഡിതന്മാരും മതസമുദായങ്ങളും മതസമുദായങ്ങളുടെ നേതാക്കളുമെല്ലാം എല്ലാ സമയത്തും ആലോചിക്കുന്നത് ഈ കേരളത്തെ അച്ചടക്കമുള്ള ഒരു പഴയ അവസ്ഥയിലേക്ക് നമുക്ക് തിരിച്ചു കൊണ്ടുപോകാൻ കഴിയണം. അതിനുള്ള മാർഗങ്ങൾ അന്വേഷിക്കുമ്പോഴാണ് നാം അവിടെ കാണുന്ന ഒരു തുരുത്ത്, രക്ഷയുടെ ഒരു മാർഗം, ഒരു വരമ്പ്. വമാ അദ്റാക അമ്മൽ അഖബ, വിശുദ്ധ ഖുർആൻ പറഞ്ഞു ഒരു ഹമ്പിനെ പറ്റി, ഒരു വരമ്പ്. ആ വരമ്പിൽ കയറി നിന്നാൽ രക്ഷ ലഭിക്കും. ആ വരമ്പിലേക്ക് ഫലഖ്തഹമൽ അഖബ, എന്തുകൊണ്ട് ആ വരമ്പിലേക്ക് മനുഷ്യൻ കയറി നിൽക്കുന്നില്ല? ഏതാണ് ആ ഹമ്പ്? ആ ഹമ്പ് നമ്മുടെ രാജ്യത്തെ മതങ്ങളാണ്. മതങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന മൂല്യങ്ങളാണ് ഈ രാജ്യത്തിൻ്റെ മോചനത്തിന് ഉപകരിക്കുന്ന ഒരേ ഒരു ഘടകം. അതുകൊണ്ട് മാത്രമാണ് ഇന്ന് ഈ കാണുന്ന അച്ചടക്കം ഇവിടെ നിലനിൽക്കുന്നത്. മതങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന മൂല്യങ്ങളെപ്പറ്റി ജനങ്ങളെ വീണ്ടും ബോധവൽക്കരിക്കണം. വിവേകാനന്ദ സ്വാമികൾ ഒരിക്കൽ പറഞ്ഞു, മതങ്ങളല്ല ഈ രാജ്യത്തിന് ആവശ്യമുള്ളത്, മറിച്ച് മതങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന മൂല്യങ്ങൾ ജനങ്ങൾ കാത്തു നിൽക്കുകയാണ്. മതങ്ങളെ പല ആളുകൾ കൂടി ചീത്തയാക്കിയിട്ടുണ്ട്. യഥാർത്ഥ മതം ഏതാണെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് മതത്തെ, മതത്തിൻ്റെ ആളുകൾ വികൃതമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മതമല്ല ജനങ്ങൾ ആഗ്രഹിക്കുന്നത്, മതം ഉയർത്തിപ്പിടിക്കുന്ന മൂല്യങ്ങളാണ്. സ്വാമികൾ അത് പറഞ്ഞത് ഇന്ത്യയിലെ പൊതുസമുദായത്തോടാണ്, പൊതുസമൂഹത്തോടാണ്. അതേ സമയത്ത് നമുക്ക് പറയാനുള്ളത്, മതവും നമുക്ക് വേണം, എല്ലാ മതങ്ങളും ഉയർത്തിപ്പിടിക്കുന്ന വാല്യൂസ് അത് രണ്ടും നമുക്ക് വേണം. ഇസ്ലാമിനെ ആചാരപരമായി അംഗീകരിക്കുന്ന ഒരു സമൂഹമായി മുസ്ലിംകൾ ഇവിടെ നിലനിൽക്കണം. കാരണം ഇസ്ലാമിൻ്റെ ആചാരങ്ങൾ ഇവിടെ നിലനിൽക്കുമ്പോൾ മാത്രമേ മൂല്യങ്ങൾ നിലനിൽക്കുകയുള്ളൂ. മൂല്യങ്ങൾ ഇവിടെ നിലനിൽക്കണമെന്ന് വാദിക്കുകയും ആചാരങ്ങളെ അവഗണിക്കുകയും ചെയ്താൽ അത് ശരീരമില്ലാത്ത ആത്മാവ് പോലെയായിരിക്കും. ആത്മാവിനെ ഞങ്ങൾക്ക് വേണം, ശരീരം ഞങ്ങൾക്ക് വേണ്ട എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, അയാൾക്കിവിടെ ജീവിക്കാൻ കഴിയില്ല. അയാളുടെ ആത്മാവ് നിലനിൽക്കണമെങ്കിൽ അതിന് ശരീരം ഇവിടെ വേണമല്ലോ. അതുപോലെ മതങ്ങളുടെ മൂല്യങ്ങൾ നിലനിൽക്കണമെങ്കിൽ അതിൻ്റെ ആചാരങ്ങൾ വേണം. ആ ആചാരങ്ങളാണ് നിസ്കാരം, ആ ആചാരമാണ് ഹജ്ജ്, ആ ആചാരമാണ് മൗലിദ്, ആ ആചാരമാണ് മുത്തുനബിയുടെ പേരിലുള്ള സ്വലാത്ത്. അതുകൊണ്ട് ഇസ്ലാമിക സമൂഹം രണ്ട് ഘടകത്തെ ഉയർത്തിപ്പിടിക്കാൻ പ്രതിജ്ഞ എടുക്കുകയാണ് ഈ മഹത്തായ സമ്മേളനത്തിൽ. ഒന്നും മതത്തിൻ്റെ ആചാരങ്ങളെ ഒരിക്കലും ഞങ്ങൾ കൈവിടുകയില്ല. അതില്ലെങ്കിൽ ഇവിടെ മതത്തിൻ്റെ മൂല്യങ്ങൾ ഉണ്ടാവുകയില്ല. പരിശുദ്ധ ഖുർആനിൽ
അള്ളാഹു പറഞ്ഞു, അൽ ഹജ്ജു അശ്ഹുറുൻ മഅലൂമാത്തുൻ ഫമൻ ഫറള ഫീഹിന്നൽ ഹജ്ജ ഫലാ റഫസ വലാ ഫുസൂഖ വലാ ജിദാൽ. ഹജ്ജ് എന്ന് പറയുന്ന ആ കർമ്മം ഒരാചാരമാണ്. ആചാരപരമായുള്ള ആ കർമ്മങ്ങൾ നിർവഹിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ലഭിക്കുന്ന മൂല്യങ്ങൾ സഹവർത്തിത്വത്തിൻ്റെ, സമാധാനത്തിൻ്റെ, നീതിയുടെ, സ്ത്രീ സമൂഹത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള ബോധവൽക്കരണം ഉൾക്കൊള്ളുന്ന എമ്പാട് മൂല്യങ്ങളാണ് ഹജ്ജിലൂടെ ലഭിക്കുന്നത്. പക്ഷേ അത് ലഭിക്കണമെങ്കിൽ ഹജ്ജ് എന്ന ആചാരം എവിടെ നിലനിൽക്കണം? ഇരിക്കട്ടെ, ഞാൻ ആ ഭാഗം ഇവിടെ വിവരിക്കുക അല്ല. മതങ്ങളോട് വെറുപ്പുള്ളവർ പോലും മതങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന മൂല്യങ്ങളെ ഇഷ്ടപ്പെടുന്ന ഒരു നല്ല അന്തരീക്ഷം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അത് ഉപയോഗപ്പെടുത്താൻ ഏറ്റവും കൂടുതൽ പരിശ്രമിക്കേണ്ട വിഭാഗം മുസ്ലിമുകളാണ്. മറ്റുള്ള ആളുകൾ അവരുടെ പങ്ക് നിർവഹിച്ചാലുമില്ലെങ്കിലും അത് അവരുടെ ഇഷ്ടമാണ്. നാം ഈ വിഷയത്തിൽ വളരെയേറെ മുന്നോട്ട് വരണം. 1948 ഐക്യരാഷ്ട്രസഭ ന്യൂയോർക്കിൽ സമ്മേളിച്ചുകൊണ്ട് അവിടെ ഒരു മനുഷ്യൻ്റെ ഒരു നയരേഖ പാസാക്കുകയുണ്ടായി. മനുഷ്യൻ തമ്മിൽ എങ്ങനെയാണ് വർത്തിക്കേണ്ടത്, മനുഷ്യനും തമ്മിലുള്ള ബന്ധം എങ്ങനെയായിരിക്കണം, മനുഷ്യനും സമൂഹവും തമ്മിലുള്ള ബന്ധം എങ്ങനെയായിരിക്കണം, മനുഷ്യനും രാഷ്ട്രവും തമ്മിലുള്ള ബന്ധം എങ്ങനെയായിരിക്കണം, അതിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒരു നയരേഖ 1948 പാസാക്കി അത് ലോകമെങ്ങും വിളംബരം നടത്തുകയും ആ വിളംബരം ചെയ്ത നയരേഖ ഐക്യരാഷ്ട്രസഭ അതിൻ്റെ പേരിൽ അഭിമാനിക്കുകയാണ്. ഐക്യരാഷ്ട്രസഭ അഭിമാനിക്കുമ്പോൾ തന്നെ നമ്മളും അതിൻ്റെ പേരിൽ അഭിമാനിക്കുകയാണ്. കാരണം 1948 ഈ നയരേഖ പുറപ്പെടുവിച്ചതെങ്കിൽ അതിൻ്റെ 1300 കൊല്ലം മുൻപ് AD 632 ന്യൂയോർക്കിലല്ല, മക്കയിൽ ഒരു നയപ്രഖ്യാപനം നടക്കുകയുണ്ടായി. ആ രണ്ട് നയപ്രഖ്യാപനങ്ങളും തമ്മിൽ ഏറെ സാദൃശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഐക്യരാഷ്ട്രസഭയുടെ പ്രഖ്യാപനങ്ങളെ ബഹുമാനിക്കുമ്പോൾ തന്നെ ഇസ്ലാമിൻ്റെ നയപ്രഖ്യാപനത്തെയും ബഹുമാനിക്കുവാൻ നാം കടപ്പെട്ടവരാണ്. പക്ഷെ അത് രണ്ടും തമ്മിലൊരു വ്യത്യാസമുണ്ട്. ആ വ്യത്യാസം ഏതാണ്? ആദ്യം വന്നു എന്നതാണ് ഇസ്ലാമിൻ്റെ നയരേഖയുടെ പ്രത്യേകത. പിന്നെ എത്രയോ കൊല്ലം കഴിഞ്ഞാണ് ഐക്യരാഷ്ട്രസഭയുടേത് വരുന്നത്. ഇസ്ലാമിൻ്റേത് ആരെങ്കിലും പകർത്തുന്നുവെങ്കിൽ നമുക്കതിൽ സന്തോഷമേ ഉള്ളൂ. കാരണം ഖുർആൻ്റെ നിലപാട് ഇന്ന ഹാദാ ലഫി സുഹുഫിൽ ഊലാ സുഹുഫി ഇബ്രാഹീമ വ മൂസ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നതിന് മുൻപ് ഇബ്രാഹിം എന്ന പ്രവാചകൻ, മൂസ അലൈഹിസ്സലാം എന്ന പ്രവാചകൻ, ഈസ അലൈഹിസ്സലാം എന്ന പ്രവാചകൻ, ദാവൂദ് നബി അലൈഹിസ്സലാം എന്ന പ്രവാചകൻ, ആ പ്രവാചകന്മാർ കൊണ്ടുവന്ന ആശയങ്ങളെ അംഗീകരിക്കുകയും അതുകൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു പുതിയ പ്രഖ്യാപനം നടത്തുകയും ചെയ്യാൻ യാതൊരു മടിയും കാണിക്കാതെ ആ പ്രവാചകന്മാരോടുള്ള മുഴുവൻ റെസ്പെക്റ്റും പ്രകടിപ്പിച്ചുകൊണ്ടാണ് നമ്മുടെ നബി വന്നത്. ലാ നുഫർരിഖു ബൈന അഹദിൻ മിർ റുസുലി. ഒരു പ്രവാചകനോടും നമുക്ക് വിവേചനമില്ല. ഏതെല്ലാം നബിമാർ മുമ്പ് വന്നിട്ടുണ്ടോ അവരോടെല്ലാം സ്നേഹവും ബഹുമാനവുമാണ് മുസ്ലിമീങ്ങൾ പ്രകടിപ്പിക്കേണ്ടതെന്ന് ഖുർആൻ പറയുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ മുൻപ് കഴിഞ്ഞു പോയ നന്മകളെയും നമ്മുടെ ശേഷം മുഹമ്മദ് നബിക്ക് ശേഷം വന്ന നന്മകളെയും പൂർണ്ണമായി ഉൾക്കൊള്ളുന്നതിന് മടിയില്ലാത്ത ഒരു സമൂഹമായി നാം നിലനിൽക്കണം. അതിലൂടെ മാത്രമേ ഒരു സെക്യുലർ സമൂഹത്തിൽ നമുക്ക് നമ്മുടേതായ നിലപാടുകൾ മറ്റ് സമുദായങ്ങളിൽ പ്രതിഫലിപ്പിക്കാൻ കഴിയുകയുള്ളൂ. ഈ രണ്ട് നയരേഖകൾ വായിച്ചു നോക്കിയാൽ നമുക്ക് ബോധ്യപ്പെടും, മനുഷ്യന് ഇവിടെ സമാധാനപരമായി ജീവിക്കാൻ കഴിയണമെങ്കിൽ ഒരു നിയമത്തിൻ്റെ ആവശ്യകതയുണ്ട്. പൂച്ചയ്ക്ക് മണി കെട്ടുന്നില്ലെങ്കിൽ ആ പൂച്ച വന്ന് ഓരോ ദിവസം ഓരോ എലിയെ പിടിച്ചു കൊണ്ടുപോകും. അതുകൊണ്ട് തന്നെ പൂച്ചകളുടെ ഈ ദ്രോഹങ്ങളിൽ നിന്ന് രക്ഷ ലഭിക്കാൻ എലികളുടെ യോഗം ചേർന്ന് തീരുമാനിച്ചു,
പൂച്ച വരുമ്പോൾ നേരത്തെ അത് അറിയാനുള്ളൊരു സംവിധാനം നാം കണ്ടെത്തണം. പക്ഷേ അത് കണ്ടെത്താൻ ആർക്കും കഴിയാതെ പോയി. കാരണം അത് ചോദിക്കാൻ പോകുന്ന ആ എലിയെയായിരിക്കും പൂച്ച അടുത്ത തവണ കൊലപ്പെടുത്തുന്നത്, തിന്നുന്നത്. ഇതുപോലെ മനുഷ്യരുടെ ഇടയിൽ സമാധാനം നിലനിർത്താൻ ആവശ്യമായ നിയമം ആരുണ്ടാക്കും? ആരാണത് ഉണ്ടാക്കുക? അതുണ്ടാക്കുന്ന വ്യക്തിയുടെ മേൽക്കോയ്മ ആ നിയമത്തിൻ്റെ ഉള്ളിൽ അതിൽ പൂർണ്ണമായി ഒളിഞ്ഞിരിക്കും എന്നതൊരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ നിയമങ്ങൾ ഉണ്ടാക്കുവാൻ മനുഷ്യന് കഴിയില്ല. മനുഷ്യനെ സൃഷ്ടിച്ച അള്ളാഹുവിൻ്റെ നിയമം മാത്രമേ ഇവിടെ പ്രയോഗത്തിൽ വിജയിക്കുകയുള്ളൂ. അതാണ് മതങ്ങളുടെ സൗന്ദര്യം. മനുഷ്യർ ഇടപെടാതെ തന്നെ മനുഷ്യരെ സൃഷ്ടിച്ച അള്ളാഹുവിൻ്റെ നിയമങ്ങൾ ഇവിടെ ഉണ്ടാകുമ്പോൾ അത് ഉൾക്കൊള്ളാൻ തയ്യാറാണ്, മനുഷ്യൻ തയ്യാറാണ്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഇസ്ലാമിൻ്റെ ഏറ്റവും വലിയ മഹത്വവും അത് തന്നെയാണ്. വജ്ജഹ്തു വജ്ഹി ലില്ലദീ ഫതറസ് സമാവാതി വൽ അർള ഹനീഫൻ മുസ്ലിമൻ വമാ അന മിനൽ മുശ്രിക്കീൻ ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ ലാ ശരീക ലഹു വബിദാലിക ഉമിർതു വാന അവ്വലുൽ മുസ്ലിമീൻ വാന മിനൽ മുസ്ലിമീൻ. നിസ്കാരത്തിൻ്റെ തുടക്കത്തിലുള്ള ഈ പ്രാർത്ഥനയിൽ ഓരോ വിശ്വാസിയും പറയുന്നു, മനുഷ്യർക്കിടയിലുള്ള ബന്ധങ്ങൾ അരക്കിട്ടുറപ്പിക്കുന്ന മനുഷ്യൻ കറുത്തവനാകട്ടെ വെളുത്തവനാകട്ടെ, തൊഴിലാളിയാകട്ടെ മുതലാളിയാകട്ടെ, പുരുഷനാകട്ടെ സ്ത്രീയാകട്ടെ, ആ ഓരോ വ്യക്തിയുടെയും സ്വത്വം മനസ്സിലാക്കി അവർക്ക് ആവശ്യമായ രൂപത്തിലുള്ള നിയമങ്ങൾ ക്രമീകരിച്ചിട്ടുള്ള അള്ളാഹുവിന് ഞാൻ വഴിപ്പെട്ടിരിക്കുന്നു, അതനുസരിച്ച് പ്രവർത്തിക്കാൻ ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. അങ്ങനെ ഓരോ ദിവസവും നിർബന്ധമായി 5 നേരം പ്രതിജ്ഞ എടുക്കുന്ന ഒരു മനുഷ്യൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മനുഷ്യാവകാശ നയരേഖയെ പൂർണ്ണമായി ഉൾക്കൊണ്ട് അത് ലോകത്തിന് മുഴുവനും വിവരിച്ചു കൊടുക്കാൻ സന്നദ്ധനായി നിൽക്കുമ്പോൾ അതിൻ്റെ ഗുണഭോക്താക്കൾ മുസ്ലിമീങ്ങൾ മാത്രമല്ല, ലോകത്തെല്ലാവരുമാണ്. അതുകൊണ്ടാണ് ആ നയരേഖയിൽ നിന്ന് അതിൻ്റെ ഭാഗങ്ങൾ മുഴുവനും ഐക്യരാഷ്ട്രസഭ പകർത്തിയെടുക്കുകയാണ്. അത് 2 പേജുകളിൽ നിങ്ങൾ പ്രിൻ്റ് എടുത്ത് നോക്കിയാൽ കാണാം. ഐക്യരാഷ്ട്രസഭ പ്രഖ്യാപിച്ച ആ നയരേഖകളിൽ എല്ലാം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ AD 632 പ്രഖ്യാപിച്ച ലൈനുകൾ തന്നെയാണ് അതിലും ഉള്ളത്. അല്ലാതെ പുതിയതൊന്നും ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. കാരണം മനുഷ്യൻ്റെ ഏത് കാലത്തുമുള്ള പ്രശ്നങ്ങൾ ഒന്നാണ്. നൂറ്റാണ്ടുകൾക്ക് മുൻപ് ജീവിച്ച മനുഷ്യൻ്റെ പ്രശ്നങ്ങൾ തന്നെയാണ് ആധുനിക മനുഷ്യൻ്റെയും പ്രശ്നം. ആ പ്രശ്നത്തിന് അന്ന് എന്തു പരിഹാരമാണോ പറഞ്ഞത്, അതേ പരിഹാരമാണ് ഇന്നും നമുക്ക് പറയാനുള്ളത്. ആ ഒരു പരിഹാരത്തിലേക്ക് എത്തി നോക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുവന്ന ആദർശത്തിൻ്റെയും ആശയത്തിൻ്റെയും 2 ഘടകങ്ങൾ അതുമാത്രമേ ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കൂ. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുവന്ന ആശയത്തിൻ്റെ ഏറ്റവും വലിയ സൗന്ദര്യം അത് ശാസ്ത്രബോധം ഉൾക്കൊള്ളുന്നു എന്നതാണ്. ഇസ്ലാമിൻ്റെ ഏതൊരു നിലപാടാകട്ടെ, ആ നിലപാട് ഒരു സയൻറ്റിസ്റ്റിൻ്റെ മുൻപിൽ നാം അവതരിപ്പിക്കുകയാണെങ്കിൽ അവർക്കത് വളരെ വിശദമായി ചർച്ച ചെയ്യാൻ കഴിയും. ചർച്ച ചെയ്യുമ്പോൾ ശാസ്ത്രത്തിന് വിരുദ്ധമായ യാതൊന്നും ഇസ്ലാമിൽ നാം കാണുകയില്ല. എല്ലാം മനുഷ്യൻ്റെ ബുദ്ധി കൊണ്ട് ചിന്തിക്കുവാനും അങ്ങനെ ചിന്തിച്ച് കണ്ടെത്താനും കഴിയുന്ന രൂപത്തിലുള്ള ആശയങ്ങളും പദ്ധതികളുമാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം ഇവിടെ സമർപ്പിച്ചിട്ടുള്ളത്. അതിലേക്ക് വിശദമായി ഞാനിപ്പോൾ പ്രവേശിക്കുകയല്ല. ധാരാളം സെമിനാറുകളിലും സിമ്പോസിയങ്ങളിലും സംബന്ധിച്ച് റഫറൻസ് പുസ്തകങ്ങൾ ധാരാളം വായിച്ച് അതിൽ നിന്ന് കേൾക്കുകയും ഉൾക്കൊള്ളുകയും വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന കോഴിക്കോട് നഗരത്തിലെ വിദ്യാർത്ഥികൾ, യൂണിവേഴ്സിറ്റികളിൽ റിസർച്ച് നടത്തുന്ന കുട്ടികൾ
അവരാണ് ഈ പരിപാടികൾ വീക്ഷിക്കുന്നത്, ശ്രദ്ധിക്കുന്നത്. അവർക്ക് കണ്ടെത്താൻ കഴിയും ശാസ്ത്രബോധത്തിൻ്റെ അടിത്തറ മനുഷ്യൻ്റെ ബുദ്ധിയാണ്. ആ ബുദ്ധിയുടെ ഉപയോഗം, ആ ബുദ്ധി കൊണ്ട് വിഷയങ്ങൾ മനസ്സിലാക്കാൻ എത്ര പ്രാധാന്യത്തോടു കൂടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപദേശിച്ചിട്ടുള്ളത്. വിശുദ്ധ ഖുർആൻ പറയുന്നത് കാണാം, ഇന്ന ശർറദ്ദവാബി ഇൻദല്ലാഹി സുമ്മുൽ ബുക്മുൽ ലദീന ലാ യഖിലൂൻ. ലോകത്ത് ഏറ്റവും ദുഷിച്ച മനുഷ്യൻ ബുദ്ധി കൊണ്ട് ചിന്തിക്കാത്തവനാണ്. ചിന്തിക്കുന്നില്ല എങ്കിൽ അവനെപ്പറ്റി ഖുർആൻ പറയുന്നത് അവൻ ഏറ്റവും ദുഷ്ടനായ വ്യക്തിയാണ്. അതുകൊണ്ട് മനുഷ്യൻ അവൻ്റെ തലച്ചോറ് ഉപയോഗപ്പെടുത്തി നന്നായി കാര്യങ്ങൾ പഠിക്കണം. ആ പഠനങ്ങൾക്ക് വിധേയമാക്കിക്കൊണ്ട് വേണം അവൻ വിഷയങ്ങൾ ഉൾക്കൊള്ളാൻ. അങ്ങനെ പ്രഖ്യാപിച്ച ഒരു മതമായതുകൊണ്ട് തന്നെ മുത്തുനബിയുടെ ആദർശങ്ങൾ നാം പറയുന്നത് ആധുനിക സമൂഹത്തിൻ്റെ മുൻപിലാണ്, അന്ധവിശ്വാസികളുടെ മുൻപിലല്ല, ചരിത്രങ്ങൾ വായിക്കാത്തവരുടെ മുൻപിലല്ല, മറിച്ച് വസ്തുനിഷ്ഠമായി പഠിക്കാൻ തയ്യാറായി നിൽക്കുന്നവരുടെ മുൻപിലാണ് നാം മുത്തുനബിയുടെ മദ്ഹുകൾ പറയുന്നത്. അത് കേൾക്കുന്ന ഓരോ വ്യക്തിക്കും ആ വിഷയത്തിൽ ഇടപെടാവുന്നതാണ്. ഇടപെടുമ്പോൾ അവന് ബോധ്യപ്പെടും ആ നേതാവ് കൊണ്ടുവന്ന ഓരോ വിഷയവും ഇവിടെ സയന്റിസ്റ്റുകൾക്ക് മനസ്സിലാകുന്ന രൂപത്തിലുള്ളതാണ്. സംസം മാത്രം ഉദാഹരണം എടുത്തു നോക്കൂ. എത്ര നൂറ്റാണ്ടുകൾക്ക് മുൻപുള്ളതാണ് സംസം വെള്ളം. ആ വെള്ളത്തിൻ്റെ ഒരു പ്രത്യേകത, ആ പ്രത്യേകതയെപ്പറ്റി ഓറിയന്റലിസ്റ്റുകൾ ചർച്ച ചെയ്തു. പടിഞ്ഞാറൻ നാടുകളിൽ ജീവിക്കുകയും പൗരസ്ത്യ നാടുകളിലുള്ള മതങ്ങളെയും ഭാഷകളെയും പറ്റി പഠിക്കുകയും ചെയ്യുന്ന പൗരസ്ത്യ സംഘങ്ങൾക്കാണ് ഓറിയന്റലിസ്റ്റുകൾ എന്ന് പറയുന്നത്. അൽ മുസ്തശ്രിഖൂൻ, അൽ ഇസ്തിശ്റാഖ്. കിഴക്കുള്ള മതങ്ങളെയും കിഴക്കുള്ള ഭാഷകളെയും പറ്റിയുള്ള പഠനങ്ങളാണ് ഓറിയന്റലിസ്റ്റുകൾ നടത്തുന്നത്. അവർ ഇസ്ലാമിൻ്റെ ഓരോ ആദർശത്തെയും പഠനത്തിന് വിധേയമാക്കിയിട്ടുണ്ട്. അറാക്ക് കൊണ്ട് പല്ല് തേക്കുന്നതിനെ കുറിച്ച് ഓറിയന്റലിസ്റ്റുകൾ പഠിക്കുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 1500 കൊല്ലങ്ങൾക്ക് മുൻപ് പറഞ്ഞു, പല്ല് തേക്കുന്നതിന് ഉപയോഗിക്കേണ്ട ഏറ്റവും നല്ല വസ്തു അറാക്കാണ്. എന്താണ് അറാക്കിൻ്റെ ഗുണം? അതൊരു ചെടിയാണ്. അറേബ്യയിൽ ധാരാളമായി വിളയുന്ന ഒരു ചെടി. അത് പല്ല് തേക്കുന്നതിന് വേണ്ടി നബി ശുപാർശ ചെയ്തപ്പോൾ ഓറിയന്റലിസ്റ്റുകൾ ആദ്യം പറഞ്ഞു അത് മുഹമ്മദിൻ്റെ നാട്ടിൽ ഏറ്റവും കൂടുതലുള്ള ഒരു ചെടിയായതുകൊണ്ട് ശുപാർശ ചെയ്തതാണ്. അത് യൂറോപ്പിലുള്ളവർക്ക് ആ നിയമം ബാധകമല്ല എന്ന് അവർ പറഞ്ഞു. പക്ഷേ ആ അറാക്കിനെ പറ്റി റിസർച്ചുകൾ നടന്നു. ലോകം മുഴുക്കെ ഇന്ന് റിസർച്ചുകളാണ്. ആ റിസർച്ചുകൾക്ക് 4 കൊല്ലത്തെ പഠനം നടത്തി തിസീസുകൾ തയ്യാറാക്കി ഓരോ വിഷയവും വളരെ വിശദമായി പോയിന്റുകൾ പഠിച്ച് വസ്തുനിഷ്ഠമായി മറുപടി പറഞ്ഞാൽ ആ വ്യക്തിക്ക് ലഭിക്കുന്ന സർട്ടിഫിക്കറ്റ് ആണല്ലോ ഡോക്ടറേറ്റ്. ആ ഡോക്ടറേറ്റ് ലഭിക്കുന്നതിന് വേണ്ടി ഓറിയന്റലിസ്റ്റുകൾ അറാക്കിനെ പറ്റി പഠിക്കുകയും അവസാനം അവർ കണ്ടെത്തി ആ അറാക്ക് എന്ന് പറയുന്ന ചെടിയിൽ ഫ്ലൂറൈഡ് ധാരാളം അടങ്ങിയിട്ടുണ്ട്. മനുഷ്യൻ്റെ മോണയ്ക്ക് ശക്തി പകരുന്ന, പല്ലിൻ്റെ രോഗങ്ങൾ വരാതിരിക്കാൻ പ്രിവെൻറ്റ് ചെയ്യാൻ കഴിവുള്ള ഏറ്റവും നല്ല ഫ്ലൂറൈഡുകൾ ഈ അറാക്കിൽ അടങ്ങിയിരിക്കുന്നു എന്ന് യൂറോപ്യന്മാർ കണ്ടെത്തി. അങ്ങനെ അറേബ്യയിലുള്ള അറാക്കിൻ്റെ ചെടികൾ യൂറോപ്പിൽ ഇമ്പോർട്ട് ചെയ്ത് കൊണ്ടുവരികയും യൂറോപ്പിൻ്റെ എല്ലാ കൃഷിസ്ഥലങ്ങളിലും അറാക്ക് കൃഷി നടത്തുകയും അതാണ് പിന്നീട് ഇവിടെ കോൾഗേറ്റ്, അതുപോലെ ബിനാക്ക തുടങ്ങിയുള്ള ടൂത്ത് പേസ്റ്റുകളിൽ മുഴുവനും ആ അറാക്കിൻ്റെ ഭാഗങ്ങൾ ഉൾപ്പെടുത്തി ലോകം ഇന്ന് അത് ഉപയോഗിച്ചു കൊണ്ടിരിക്കുകയാണ്. പക്ഷേ അതിൻ്റെ മുഴുവൻ ക്രെഡിറ്റും ബിലോങ്ഡ് ടു ദി പ്രൊഫറ്റ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് മുഹമ്മദ് നബിക്ക് അവകാശപ്പെട്ടതാണ്, ഇസ്ലാമിന് അവകാശപ്പെട്ടതാണ്. അങ്ങനെ കുറേ ആളുകളുടെ കയ്യടി വേണമെന്നൊന്നുമല്ല ഞാനീ പറഞ്ഞതിൻ്റെ അർത്ഥം. ആരുടെയും കയ്യടിയല്ല, മറിച്ച് ആരെല്ലാം ഈ ലോകത്ത് നന്മകൾ കൊണ്ടുവന്നിട്ടുണ്ടോ ആ നന്മകളെ സ്വീകരിക്കാനുള്ള സന്മനസ് നമുക്ക് വേണം. അതേത് മതത്തിൻ്റെ ആളായാലും ശരി, കൊണ്ടുവന്നത് നന്മയാണെന്ന് തെളിയിക്കപ്പെട്ട് കഴിഞ്ഞാൽ
അത് അംഗീകരിക്കാൻ തയ്യാറാവണം. അങ്ങനെ ഒരു കാലഘട്ടത്തിൽ അത് സങ്കുചിതമായ നിലപാടുകളാണെന്ന് വ്യാഖ്യാനിച്ച പലതും ഇന്ന് ലോകം മുഴുക്കെ അംഗീകാരം കിട്ടി വളർന്നുകൊണ്ടിരിക്കുമ്പോൾ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഓരോ നിലപാടും ആ രൂപത്തിൽ ഇവിടെ തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. പരിശുദ്ധ ഖുർആൻ എന്ന ഏറ്റവും വലിയ പ്രമാണം നമ്മുടെ മുൻപിൽ നിലനിൽക്കുകയാണ്. ലോകത്തൊരുപാട് മതങ്ങളുണ്ട്. ആ മതങ്ങളെല്ലാം നമ്മൾ ആദരിക്കുകയാണ്. കാരണം ആ മതങ്ങൾക്കെല്ലാം അനുയായികളുണ്ട്. ആ അനുയായികളിൽ പഠിച്ചവരുണ്ട്, ബുദ്ധിയുള്ളവരുണ്ട്, ചിന്തിക്കുന്നവരുണ്ട്. അതുകൊണ്ട് തന്നെ ആ മതങ്ങളെ മതങ്ങളായി നമ്മൾ കാണണം. അവയെ ഒന്നും ചവിട്ടിത്താഴ്ത്താൻ നമ്മൾ പോകരുത്. നമ്മുടെ മതത്തിൻ്റെ മഹത്വം പറഞ്ഞു കൊടുക്കാൻ നമുക്ക് കഴിയണം. അവിടെ മാത്രമേ നാം സജീവമാകേണ്ടതുള്ളൂ. വെല്ലുവിളിയുടെ കാലമല്ല, ആരോപണങ്ങൾ ഉന്നയിക്കുന്ന കാലമല്ല. അതൊക്കെ മുമ്പായിരുന്നു. ഇന്ന് നമ്മുടെ മഹത്വം നാം സമൂഹത്തിന് മുൻപിൽ വിവരിച്ചു കൊടുക്കണം. അങ്ങനെ വിവരിച്ചു കൊടുക്കുമ്പോൾ ബുദ്ധിയുള്ള ആളുകൾ അത് കേൾക്കാൻ വേണ്ടി വരും. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, വലാ തഖഫു മാ ലൈസ ലക ബിഹി ഇൽമുൻ ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല. ഓ മനുഷ്യ, ഗണ്യതമായ അറിവില്ലാത്ത യാതൊന്നിനെയും നീ പിന്തുടരരുത്. ഒന്നുകിൽ നിനക്ക് അത് ബോധ്യപ്പെടണം, അല്ലെങ്കിൽ നിന്നേക്കാൾ ബുദ്ധിയുള്ള ആളുകൾക്ക് ബോധ്യപ്പെട്ടതാണെന്ന് നിനക്ക് മനസ്സിലാക്കാൻ കഴിയണം. മദ്ഹബിൻ്റെ ഇമാമുകൾ നിന്നേക്കാൾ ബുദ്ധിയുള്ളവരാണ്, വലിയ ബുദ്ധിയുള്ള ആളുകളാണ്. അവർക്ക് മനസ്സിലായതാണെങ്കിൽ പിന്നെ നീ ഗവേഷണം നടത്തേണ്ട ആവശ്യമില്ല. കാരണം അവർ നിന്നേക്കാൾ എല്ലാം തികഞ്ഞവരാണ്. അവർ പറയാത്ത വിഷയമാണെങ്കിൽ നീ ഗവേഷണം നടത്തിക്കോളൂ. എന്നിട്ട് നിനക്ക് മനസ്സിലായത് നീ പ്രവർത്തിച്ചാൽ മതി. മനസ്സിലാകാത്തതിൻ്റെ പിന്നാലെ നീ പോകരുത്. അങ്ങനെ പറയാൻ മുന്നോട്ട് വന്ന ഒരു വ്യക്തിയാണ് 1500 കൊല്ലം മുമ്പ് അറേബ്യയിൽ ജനിച്ച് ആ ലോകത്തിൻ്റെ മുഴുവൻ ഏറ്റവും വലിയ പിന്തുണ നേടിക്കൊണ്ട് വളർന്ന് ഇന്നതൊരു വലിയ വ്യക്തിയായി ലോകം മുഴുവനും സമ്മതിക്കുന്ന ഒരു പേഴ്സണാലിറ്റിയായി സമൂഹത്തിന് മുൻപിൽ നാം അവതരിപ്പിച്ചു കൊടുക്കുന്നുവെങ്കിൽ നമ്മൾ ആലോചിക്കണം. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറ എടുത്തു നോക്കൂ. യുറീക്ക എന്നൊരു മാസികയുണ്ട് യുക്തിവാദികൾക്ക്. ആ മാസിക കുറേ വലിയ മാർക്കറ്റെല്ലാം ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് എവിടെയും കാണാറില്ല. യുറീക്ക എന്ന് പറയുന്ന ആ വാക്ക് ഗ്രീക്ക് പദമാണ്. അതിൻ്റെ അർത്ഥം കണ്ടുപിടിച്ചു എന്നാണ്. അതായത് പഴയ മതങ്ങളൊന്നും കാണാത്ത പലതും ഞങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു, മതങ്ങൾക്ക് കാണാൻ കഴിയാത്തത് കണ്ടെത്തിയിരിക്കുന്നു എന്ന് യുക്തിവാദികൾ അവകാശപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആ യുക്തിവാദികളുടെ യുറീക്ക എന്ന മാസികയിൽ ഒരു ചോദ്യം അതിൻ്റെ എഡിറ്ററോട്. എന്താണ് ചോദ്യം? തൊട്ടാൽവാടി എന്ന ഒരു ചെടിയുണ്ട്. ആ ചെടിയുടെ അടുത്തുകൂടെ കടന്നു പോകുമ്പോഴേക്ക് അതിൻ്റെ ഇലകൾ മുഴുവനും കൂപ്പുകൈ കാണിച്ചുകൊണ്ട് അത് വാടി തളർന്നു നിൽക്കും. എന്താണ് ഇതിൻ്റെ ശാസ്ത്രീയമായ രഹസ്യം? എല്ലാം ഗവേഷണം ചെയ്യുന്ന കാലത്ത് ഇതിൻ്റെ കാരണങ്ങൾ കണ്ടെത്താൻ കഴിയുമോ? എഡിറ്റർ നൽകുന്ന മറുപടി, ശത്രുക്കളെ പ്രതിരോധിക്കുവാൻ ആ ചെടി കണ്ടെത്തിയിട്ടുള്ള ഒരു വഴിയാണ്. അങ്ങനെയൊക്കെയല്ലേ അവർക്ക് പറയാൻ കഴിയും. അള്ളാഹു എന്നും സൃഷ്ടാവ് എന്നും പറയാൻ കഴിയില്ലല്ലോ. സൂറത്തുൽ ബഖറയിലെ 20-ാമത്തെ വാക്യം നോക്കിയാൽ കാണാം, യാ അയ്യുഹന്നാസു ഉബ്ദു റബ്ബക്കുമുല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബലിക്കും ലഅല്ലക്കും തത്തഖൂൻ. ഈ ആയത്തിൻ്റെ വ്യാഖ്യാനത്തിൽ ഇബ്നു കസീർ 4 മഹാന്മാരായ ആളുകളുടെ ശാസ്ത്രീയമായ പഠനങ്ങൾ യുക്തിവാദികളുടെ മുൻപിൽ വളരെ നന്നായി സമർത്ഥിച്ചു. അത് സൂറത്തുൽ ബഖറയിലെ 20-ാം വാക്യത്തിൻ്റെ തഫ്സീർ, ഇബ്നു കസീർ കൊടുത്ത തഫ്സീർ, മുതഅല്ലിമീങ്ങൾ അത് ആ ഭാഗം വായിച്ചു നോക്കുക. ശാസ്ത്രീയമായ മറുപടി. ഏത് കാലത്ത് സയൻസ് എന്ന് പറയുന്നത് ഇപ്പോൾ മാത്രമേ ഉള്ളൂ എന്നും മുമ്പൊന്നും ശാസ്ത്രം ഇല്ലായിരുന്നു എന്നും പലരും പറയുന്ന ആ കാലം, അന്ന് സയൻസ് ഇല്ലെന്നാണ് ആളുകൾ പറഞ്ഞിരുന്നത്. പക്ഷേ ഏറ്റവും വലിയ സയൻസ് ഇവിടെ പറഞ്ഞതും പ്രചരിപ്പിച്ചതും അതിൻ്റെ മഹത്വങ്ങൾ സമൂഹത്തിന് ബോധ്യപ്പെടുത്തി കൊടുത്തിട്ടുള്ളതും ഖുർആനാണ്. ആ ഖുർആനിൽ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിൻ്റെ മറുപടി,
ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി, ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ മറുപടി, ഇമാമുന ശാഫി റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി, നാല് സയൻസിലൂടെയുള്ള മറുപടി യുക്തിവാദികൾക്ക് നൽകിക്കൊണ്ട് തഫ്സീറിന്റെ വരികളിൽ കാണാം. ഭൗതികമായി മാത്രം കാണുകയും ഭൗതികമായി മാത്രം കാര്യങ്ങൾ വിലയിരുത്തുകയും ചെയ്യുന്ന ആളുകൾ, അവർ പോലും അവരുടെ ബുദ്ധി ഉപയോഗപ്പെടുത്തിയാൽ അവർ അള്ളാഹുവിൽ എത്തും. ഈ ആയത്തിൻ്റെ വ്യാഖ്യാനത്തിൽ കാണാം. അതുകൊണ്ട് തന്നെ ബുദ്ധി പണയപ്പെടുത്താൻ പറഞ്ഞ ഒരു നേതാവല്ല മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മറിച്ച് ആ നബി ജനങ്ങളോട് പറഞ്ഞത്, ഓ സമൂഹമേ, നിങ്ങൾക്കെന്ത് സംശയമുണ്ടെങ്കിലും ചോദിച്ചോളൂ. ചോദിക്കാൻ പാടില്ല എന്ന് പറയുകയും ചോദിക്കുന്നവൻ്റെ മൂക്ക് മുറിച്ച് കളയുകയും ചോദിക്കുന്നവനെ കൈവിലങ്ങ് വെച്ച് ജയിലിലടക്കുകയും ചെയ്യുന്ന ഭരണാധികാരികൾ ലോകത്തിൻ്റെ പല കോണുകളിലും ഉണ്ടായിട്ടുണ്ട്. അവരെ മുഴുവനും നേരിടേണ്ടി വന്നിട്ടുണ്ട് ഒരു കാലഘട്ടത്തിലുള്ള ഇമാമിയങ്ങൾക്ക്. എന്നാൽ അറേബ്യയിൽ കാസ്പിയൻ കടലിൻ്റെ കടൽ തീരത്ത് ഞെണ്ടും പെറുക്കി നടന്നിരുന്ന യൂറോപ്യന്മാർക്ക് ശാസ്ത്രം എന്താണ് എന്ന് പഠിപ്പിച്ചു കൊടുത്തത് ആരായിരുന്നു? ഇസ്ലാമിൻ്റെ മക്കളായിരുന്നുവെങ്കിൽ ആ ഇസ്ലാമിൻ്റെ അടിസ്ഥാന പ്രമാണമായ ഖുർആൻ സൂറത്തുൽ ബഖറയിൽ കാണാം. യസ്അലൂനക് 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 വയസ്അലൂനക് 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 7 വട്ടമാണ് ഞാനത് പറഞ്ഞത്. അത് ഖുർആനിൽ 2 പേജിൽ ഈ 7 യസ്അലൂനക കാണാം സൂറത്തുൽ ബഖറയിൽ. ഇതേത് കാലത്താണ് പറഞ്ഞത്? വായന വളർന്നിട്ടില്ലാത്തൊരു കാലം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറേബ്യയിൽ വരുന്ന കാലത്ത് എഴുത്തും വായനയും അറിയുന്നവരുടെ എണ്ണം 17 പേരാണ്. അതിലപ്പുറം ആളുകൾ എഴുത്തറിയുന്നവരില്ല, വായന അറിയുന്നവരില്ല. ആ കാലഘട്ടത്തിലുള്ള ജനങ്ങളെ മെല്ലെ മെല്ലെ വളർത്തി, നിങ്ങൾ എഴുതണം, നിങ്ങൾ വായിക്കണം, നിങ്ങൾ പഠിക്കണം, നിങ്ങൾ വളരണം, നിങ്ങൾ ലോകത്തോളം വളരണം എന്ന് പ്രഖ്യാപിക്കുകയും അങ്ങനെ അവരെ ഉന്നതിയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരികയും ചെയ്ത ഒരു വലിയ നേതാവിനെ ഈ നൂറ്റാണ്ടിൽ പറയുന്നതിന് പ്രസക്തിയില്ലെന്നാണോ പറയുന്നത്? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ആ മുത്തുനബി കൊണ്ടുവന്ന ദർശനങ്ങളെ ഉൾക്കൊള്ളാനുള്ള ബുദ്ധി പുതിയ സമൂഹത്തിന് ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം. അത്രയും വലിയ മൂല്യങ്ങളാണ് അവിടുന്ന് സമ്മാനിച്ചിട്ടുള്ളത്. ഖുർആൻ പറഞ്ഞു, നബിയെ, നിങ്ങളോട് ജനങ്ങൾ ചോദിക്കും അനിൽ അഹില്ല, ക്രസന്റിനെ പറ്റി നിങ്ങളോട് ചോദിക്കും, ചന്ദ്രക്കല. അങ്ങനെ ചോദിച്ചാൽ നബിയെ നിങ്ങൾ മറുപടി പറയാതെ മാറിക്കളയണം എന്നല്ല പറഞ്ഞത്. മറിച്ച് ചോദിക്കാൻ വന്നാൽ മറുപടി പറഞ്ഞു നിങ്ങൾ കൊടുക്കണം. നിങ്ങൾക്ക് വഹയിലൂടെ അതിൻ്റെ മറുപടി നാം നൽകും. യസ്അലൂനക അനിൽ മഹീദ് 2, യസ്അലൂനക അനിൽ ശഹ്രിൽ ഹറാം 3, യസ്അലൂനക മാദാ യുൻഫിഖൂൻ. അങ്ങനെ 7 വിഷയങ്ങളെപ്പറ്റി ചോദിക്കാൻ വേണ്ടി വന്നതും അവർക്ക് മറുപടി പറഞ്ഞതും ഖുർആൻ ഉദ്ധരിക്കുമ്പോൾ ഈ ഖുർആൻ പുതിയ വിദ്യാർത്ഥിയുടെ മുൻപിൽ തുറന്നു വെക്കാൻ പറ്റിയ ഏറ്റവും വലിയ ഗ്രന്ഥം തന്നെ. അതുകൊണ്ടാണ് ആ ഗ്രന്ഥത്തിൻ്റെ ഒരു താൾ പോലും ഇതുവരെ കാണാതെയായിട്ടില്ല. ഖുർആൻ്റെ ഏതെങ്കിലും ഒരു കോപ്പി ബൈൻഡിങ് പ്രസ്സിൽ ബൈൻഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു പേജ് ആരെങ്കിലും വെട്ടി മുറിച്ചെടുത്താൽ ഖുർആൻ ക്ഷീണിക്കുകയില്ല, ഇസ്ലാം ക്ഷീണിക്കുകയില്ല. കാരണം അത് മനപ്പാടമാക്കിയ കുട്ടികൾ മർക്കസു സഖാഫത്തി സുന്നിയയിൽ, മഅദിനിൽ, സിറാജുൽ ഹുദയിൽ അത് 2-3 മാത്രമേ ഞാൻ എണ്ണീറ്റേ ഉള്ളൂ. ഈ കൊച്ചു കേരളത്തിൽ മുസ്ലിംകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന മുഴുവൻ സ്ഥാപനങ്ങളിലും ആ ഖുർആൻ മനപ്പാടമാക്കുന്നവർ ഉണ്ട്. ഹൈന്ദവ പുരാണങ്ങൾ വായിച്ച് വളരുന്ന ഹൈന്ദവ സഹോദരന്മാർ ഉള്ള ഈ രാജ്യത്ത് ഖുർആൻ വായിച്ച് വളരുന്ന മുസ്ലിം ഉമ്മത്ത് ഉണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് ആ ഖുർആൻ്റെ ഒരു പേജ് പോലും ഇതുവരെ പറിച്ച് കീറപ്പെട്ടിട്ടില്ല. കീറിയാൽ കീറുന്നവൻ ഒറ്റപ്പെടും. കാരണം ഇന്നാ നഹ്നു
നസ്സല ദിക്റ വ ഇന്നാ ലഹു ലഹാഫിദൂൻ. ഈ ഖുർആൻ മനുഷ്യൻ്റെ ഹൃദയത്തിൽ സുരക്ഷിതമാണ്. അത് 7 വയസ്സുള്ള കുട്ടി അത് കാണാതെ പഠിക്കുകയാണ്. 9 വയസ്സുള്ള കുട്ടി അത് ഹൃദയസ്ഥമാക്കുകയാണ്. 2 കണ്ണും ഇല്ലാത്ത അബ്ദുസ്സലാമിനെ മർക്കസിൽ ചേർത്തു ഖുർആൻ ഹിഫ്ദുൽ ഖുർആനിൽ. ശൈഖുന ഉസ്താദിനോട് പറഞ്ഞു, കണ്ണ് 2 ഇല്ലാത്ത കുട്ടിയാണ്, അതുകൊണ്ട് ഖുർആൻ പഠിച്ചോട്ടെ. ഉസ്താദ് പറഞ്ഞു, അതെ, കാണാതെ പഠിക്കുക എന്ന് പറഞ്ഞാൽ ഈ കണ്ണില്ലാത്ത ആൾക്ക് കാണാതെ പഠിക്കാനാവും, കണ്ണുള്ള ആൾക്ക് കണ്ടിട്ടേ പഠിക്കാനാവും. ആ സാധാരണ കുട്ടികൾ 3 വർഷം കൊണ്ട് ഖുർആൻ ഹിഫ്ദാക്കുമ്പോൾ അബ്ദുസ്സലാം 6 മാസം കൊണ്ട് പാസ്സായി, ഖുർആൻ ഹൃദയസ്ഥമാക്കി. ഇന്ന് അദ്ദേഹം ഇല്ല, മരിച്ചുപോയി. അള്ളാഹു അവർക്ക് സ്വർഗം കൊടുക്കട്ടെ. പരിശുദ്ധ ഖുർആൻ എന്ന് പറയുന്ന ആ ഗ്രന്ഥത്തിൻ്റെ പ്രത്യേകത അതാണ്. ആ ഗ്രന്ഥം കൊണ്ടുവന്ന നേതാവിനെ സംബന്ധിച്ച് അൽ ഇൻസാനുൽ കാമിൽ ഡോക്ടർ സയ്യിദ് മുഹമ്മദ് അലവി അൽ മാലിക്കി മർക്കസു സഖാഫത്ത് സുന്നിയക്ക് തറക്കല്ലിട്ടത് ഒരു ചില്ലറക്കാരനല്ല, ഒരു വലിയ പണ്ഡിതൻ. മക്കയിൽ മസ്ജിദുൽ ഹറാമിലെ മുദരിസായിരുന്നു കൊല്ലങ്ങളോളം. ആ ഡോക്ടർ സയ്യിദ് മുഹമ്മദ് അലവി മാലിക്കിയുടെ തൃക്കരങ്ങൾ കൊണ്ട് തറക്കല്ലിട്ടതാണ് മർക്കസു സഖാഫത്തി സുന്നിയ. ആ സ്ഥാപനത്തിന് തറക്കല്ലിട്ട ആ മനുഷ്യൻ്റെ മഹത്വം അദ്ദേഹം എഴുതിയൊരു പുസ്തകമുണ്ട്, അൽ ഇൻസാനുൽ കാമിൽ. ആ പുസ്തകത്തിൻ്റെ തുടക്കത്തിൽ തന്നെ പറയുന്നത് കാണാം, ഏറ്റവും വലിയ മനുഷ്യൻ, സമ്പൂർണതയുള്ള മനുഷ്യൻ, അതാണ് മുഹമ്മദ് നബി. സമ്പൂർണതയുള്ള മനുഷ്യനാകാനുള്ള കാരണമെന്താണ്? ഡോക്ടർ പറയുന്നു, ഭാരമുള്ള ഒരു കല്ല് ഒരാൾക്ക് ചുമക്കാൻ കഴിയണമെങ്കിൽ അതിനേക്കാൾ, ആ കല്ലിനേക്കാൾ ശക്തി ചുമക്കുന്നവനുണ്ടാവണം എന്നതുപോലെ ഖുർആൻ സുഭദ്രമാണെങ്കിൽ, ഖുർആൻ സുശക്തമാണെങ്കിൽ ആ ഖുർആൻ വഹിക്കാനുള്ള കഴിവ് മുഹമ്മദ് നബിക്ക് ഉള്ളതുകൊണ്ട് അതൊരു സാധാരണ മനുഷ്യനല്ല, അതൽ ഇൻസാനുൽ കാമിലാണ്. ഫീ സീറത്തിഹി വഫീ ആദാബിഹി വഫീ സിഹ്ഹത്തിഹി വഫീ ജമീഇ ഉമൂരിഹി. മുത്തുനബിയുടെ സകല വിഷയങ്ങളിലും അവിടുന്ന് ഏറ്റവും ശക്തിയുള്ള ആളാണ്. ആ ശക്തിയുള്ള ആ വ്യക്തിയെ നേതാവായി ലഭിച്ചു എന്നതിൻ്റെ പേരിൽ ഈ ഉമ്മത്ത് സന്തോഷിക്കുകയാണ്. ആ നബിയുടെ പേരിലാണ് നമ്മുടെ സന്തോഷം. നഗരത്തിലും ഗ്രാമത്തിലും ലോകത്തെല്ലാ തലങ്ങളിലും ജനങ്ങൾക്കിട്ട പേരുകളിൽ ഏറ്റവും കൂടുതലുള്ള പേരേതാണ്? ഒരു സർവേ എടുത്തു നോക്കിയപ്പോൾ ആ സർവേയിൽ കിട്ടിയ മറുപടി, ലോകത്ത് ഏറ്റവും കൂടുതലുള്ള പേർ മുഹമ്മദ് എന്ന പേരാണ് ഇസ്ലാമിക സമൂഹത്തിൽ. മറ്റ് സമൂഹങ്ങളിലൊക്കെ ഏതെങ്കിലും പേരുകളുണ്ടാവാം, അതൊന്നും നമ്മൾ ചർച്ച ചെയ്യേണ്ട ആവശ്യമല്ല. മുഹമ്മദ് എന്ന് പേരിടാനുള്ള കാരണം എന്താണ്? മോഹൻലാൽ എന്നും അതുപോലെ മമ്മൂട്ടി എന്നും ഏതെങ്കിലും ഒരു കുടുംബത്തിലെ ആളുകൾ അവരുടെ കുഞ്ഞിന് പേരിടുന്നുവെങ്കിൽ അത് അവരുടെ ഇഷ്ടമാണ്, അത് അവരിടുന്ന നമ്മളതിൻ്റെ തുള്ളിച്ചാടേണ്ട ആവശ്യമല്ല. അങ്ങനെ പേരിടാനുള്ള കാരണം അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ള ചില സ്വഭാവങ്ങളും നടപടികളും ആ സ്റ്റാറുകളിൽ ഉണ്ടായി എന്നതാണ്. അല്ലാഹു അക്ബർ.